ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതെന്താ ദേവലോകത്താണോ എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അതല്ലേ, ദേവലോകത്താണ് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ദേവലോകം. ഞങ്ങളുടെ സിസ്റ്റമൊക്കെ കണ്ടോ, ഇതാ ഒരു ചരുവത്തിനകത്ത് ഇങ്ങനെ എല്ലാം കൂടെ വെച്ച് ചപ്പ് കത്തിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു അടപ്പ് കൊടുത്ത് ഇതിൻ്റെ തന്നെ വെച്ച് അലൂമിനിയത്തിൻ്റെ, എന്നിട്ട് ഇങ്ങനെ തീയിട്ടേക്ക്. എന്തിനാണെന്നറിയാവോ? ആടുകൾക്കൊക്കെ ചൂട് കിട്ടാനും അവർക്ക് തണുക്കാതിരിക്കാനും ഈച്ചയും കൊതുകൊന്നും ഉണ്ടാവാതിരിക്കാനും. ഇപ്പം മഴയല്ലേ, ഭയങ്കര മഴയാണ്, അതുകൊണ്ട് അവർക്ക് തണുക്കൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തടി ആയതുകൊണ്ട്, തടി ഇട്ടേക്കുന്നതിൻ്റെ അടിയിൽ ഇങ്ങനെ ശക്തമായിട്ട് തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതെ ഇത് കണ്ടോ, ഞാൻ തീ ഇടാനുള്ളതൊക്കെ കൂട്ടി ഇട്ടേക്കുവാണേ. ഈ മഴ കാരണം ഒരു കാരണവശാലും തീ ഇടാൻ പറ്റത്തില്ല, അങ്ങ് നനയുമല്ലേ. ഇവിടെ ഞങ്ങൾക്ക് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല താനൊന്ന് കത്തിച്ച് കളയാൻ. ഇത് വാരിയെങ്ങും ഇടാനും പറ്റില്ല. ഈ ആടിനൊക്കെ കൊടുക്കുന്ന എന്താ പറഞ്ഞേ, പ്ലാവലയുടെ കമ്പും ഒക്കെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓലക്കാല് നമ്മുടെ വീട്ടിൽ വരുന്ന അല്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക കത്തിക്കാൻ. നല്ല ഒരു വെയിൽ വന്നിട്ട് വേണം ഇത് കത്തിച്ച് വിടാനായിട്ട്. എന്നാലും ഇവർക്ക് എന്താ പറഞ്ഞേ, ചൂടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി, ചൂടല്ല, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അനുവേട്ടൻ കണ്ടുപിടിച്ച സിസ്റ്റം കേട്ടോ. എനിക്കിപ്പോൾ അനുവേട്ടൻ ഇത് ചെയ്ത് തന്നിട്ട് പോയതാണ്. ഇങ്ങനെ ഞാനൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി കാണിക്കാം നിങ്ങളെല്ലാവരെയും കൂടെ. ഞങ്ങളുടെ ആട്ടുപിള്ളേരെ കാണണ്ടായോ? അവർ നല്ല തീറ്റ തിന്നു കേട്ടോ, ഞങ്ങളുടെ പെൺപിള്ളേർ രണ്ടുപേരും. ഇത് കണ്ടോ, കൂടിനടിയൊക്കെ ഇത് കണ്ടോ, മഴയായതുകൊണ്ട് നല്ല നനവുണ്ട്. അപ്പോൾ ഈ നനവൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പുകയിട്ട് കൊടുത്തേക്കുന്നത്, ചൂട് കൊടുത്തേക്കുന്നത്. ചൂടങ്ങോട്ട് ചെല്ലുമ്പം നനവൊക്കെ അങ്ങ് പോകും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് അനുവേട്ടൻ ഇപ്പം പ്ലാവല അടത്തി ഇട്ട് കൊടുത്തതാണ്. കെട്ടി തൂക്കിയിട്ട് കൊടുത്തേക്കണ്ടോ, അവർ പ്ലാവല തിന്നുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അപ്പം ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ റീസണ് ഈ പുകയിടുന്നത് കാണിക്കാനോ അല്ലെങ്കിൽ ആടുകളെ കാണിക്കാനോ ഒന്നും അല്ല. ഇത് കണ്ടോ, ഇത് മുട്ട ഇട്ടുകൊണ്ടിരുന്ന ഒരു പെടക്കോഴിയാണ്. പെടക്കോഴി പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല, പെടലി ഇങ്ങനെ തിരിക്കുന്നു, അതുപോലെ തന്നെ തളർന്നു വീണു. പുള്ളിക്കാരത്തി മുട്ട ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് വീഴുന്ന കോഴിയാണ്. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവതിയായിട്ട് നിന്ന കോഴിയായിരുന്നു. ആൾ തളർന്നു വീണിട്ട് ഇതുണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ പെടലിയൊക്കെ ഇപ്പോഴും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഉണ്ട്, അവിടെ ഒരു പെടലിക്കൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ, പെടലി തിരിഞ്ഞു പോയി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പെടലി ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഞാനിങ്ങനെ തിരുമിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രോമൊക്കെ എഴിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു, തളർന്ന് വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇങ്ങനെ ഒന്ന് കോഴിക്ക് സംഭവിച്ചെന്ന് കരുതി ആരും പെട്ടെന്ന് കോഴിയെ കൊന്നു കളയുവോ അല്ലെങ്കിൽ കോഴി എടുത്ത് കളയുവോ അതിനെ നോക്കാതിരിക്കുവോ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ ടാബ്ലറ്റ്, ഇതിൻ്റെ പേര് ന്യൂറോബോൺ കണ്ടോ, ഇതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്. ഈ ടാബ്ലറ്റ് ഇത് മേടിച്ചിട്ട് ഇതിൻ്റെ അരമുറി ഇത് കൊടുത്താൽ മതി, കോഴി ഓക്കെയാണ്. ഞാൻ രാവിലെ ഇന്ന് ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഈ ടാബ്ലറ്റ് തന്നു കേട്ടോ. ഈ ടാബ്ലറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തിലെ ഇതിൻ്റെ ബാലൻസ് ഇച്ചിരി ഏറെ ഞാൻ കൊടുത്തു. രക്ഷപ്പെടുന്നെങ്കിൽ കണ്ടോ, ആൾ നടക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് പെടലിക്ക് തൊണ്ട പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ കല്ലിൽ കൊണ്ടുവച്ചത് ആൾ എഴുന്നേറ്റ് നടക്കത്തോന്നില്ല. ഇന്നിപ്പം തന്നെ നടക്കാനൊക്കെ തുടങ്ങിയുണ്ട്. തളർന്നൊരിടത്ത് കിടന്നതാണ്, നടക്കാനൊക്കെ തുടങ്ങി. ഈ പെടലിയുടെ തന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അതാ ഈ ടാബ്ലറ്റിൻ്റെ പകുതിയാണ് ഞാൻ കൊടുത്തത്. ഒരൊറ്റ നേരം കൊടുത്തതേ ഉള്ളൂ. കോഴി ഓക്കെ ആയി. അവൾ എഴുന്നേറ്റ് ഈ പെടലിയുടെ പ്രശ്നം കൂടെ കഴിഞ്ഞാൽ ഓക്കെ ആകും. അപ്പോൾ ഈ എന്താ പറയുന്നത്, കോഴിക്ക് തളർന്ന് വീണു അല്ലെങ്കിൽ എന്ത് അതിൻ്റെ ബാക്കി ഇരുന്ന് ഞാനിപ്പം കൊടുത്ത ആൾക്ക് കേട്ടോ. വൈകിട്ടത്തെ കൂടെ ആയിക്കോട്ടെ നേരുന്നത്. ബാക്കി അതിച്ചിരേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ കൊടുക്കണം. എങ്കിലേ ഇത് കണ്ടോ, പുളി എങ്ങനെ ഇരിക്കും പൊട്ടിക്കുമ്പോൾ. പകുതിയല്ല, രാവിലെ കൊടുത്ത സമയത്ത് 3/4% കൊടുത്തു. അതിൻ്റെ ഇച്ചിരി ഉള്ളായിരുന്നു, ബാക്കി അതാ ഞാൻ കൊടുത്തത്. ഇപ്പം ഞാൻ ഒരു ഗുളിക എടുത്ത് അതിൻ്റെ പകുതിയും കൂടെ കൊടുക്കുക. നാളത്തേനെ പുള്ളിക്കാരത്തി ഓക്കെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഗുളിക എനിക്ക് കിട്ടിയ വലിയ ഉപകാരമായിപ്പോൾ. ഇത് അതുകൊണ്ട് മാജിക്കൽ ഗുളികയാണെന്ന് തോന്നുന്നു. ഒറ്റ നേരം കൊടുത്തതേ ഉള്ളൂ.
തളർന്ന് വീണ കോഴി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പെടലിക്കത്തെ ഈ പ്രശ്നം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പെടലി ഇതായിപ്പോയി കണ്ടോ, വളഞ്ഞു. പെടലിക്ക് അതെന്തോലും കാൽസ്യത്തിൻ്റെ എന്തിൻ്റെയും കുറവുകൊണ്ട് നരമ്പ് വല്ലോ കോടിയതോ തളർച്ച വന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല, ഇത് ഒത്തിരി ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വിറ്റാമിൻ ഗുളിയാണ്. അപ്പം ഇതിന് വിറ്റാമിൻ്റെ ഒക്കെ കുറവ് കൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ആളെന്തായാലും ആക്റ്റീവായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇപ്പം തല്ലിപ്പൊത്തി വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കോഴിയൊക്കെ വളർത്തുന്നവർ ഇതേലൊരു സ്ട്രിപ്പ് മേടിച്ച് കൈ വെച്ചോ. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, 35 രൂപയേ ഉള്ളൂ. ഇത്രയത്തിന് 35 രൂപയായിട്ടുള്ളൂ. ഇതാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത്. ഇന്നലെ ഇതായിരുന്നു അവസ്ഥ, തളർന്നിങ്ങനെ വീണ് കിടക്കുമായിരുന്നു. ഇങ്ങനെ വീണ് കിടന്നവളാണ്. നിങ്ങൾ കണ്ടല്ലോ ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നത്, കാണണ്ടേ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കുന്നത്? ഞാനിപ്പോൾ ഇങ്ങനെ തല്ലിപ്പൊത്തിയോട് ഈ വെച്ചതാ. എഴുന്നേക്കടി, നടന്ന് കാണിച്ചേ അങ്ങോട്ട്, അവള് നടക്കും കേട്ടോ, ഓക്കെ ആയി. പക്ഷെ ഇപ്പോഴും പെടലി അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. നാളത്തേനൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നു കേട്ടോ. ശരിയായി ഞാൻ നിങ്ങളോടെല്ലാം പറയാവേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.